ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ഈ യോഹന്നാൻ ഇത് പറയുമ്പോൾ ഇതിന് വേറൊരു പശ്ചാത്തലം കൂടെ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വ്യക്തി ന്യായപ്രമാണ ലംഘനത്താൽ അല്ലെങ്കിൽ ന്യായപ്രമാണം പറയുന്നൊരു കൽപ്പന ലംഘിച്ചു. അപ്പോൾ അവൻ എന്തായാലും പ്രായശ്ചിത്തം ചെയ്യണം. അപ്പോൾ അവനൊരു ആട്ടുകൊറ്റനെ കൊണ്ടുവരുവാണ്. ആട്ടുകൊറ്റനെ കൊണ്ടുവരുമ്പോൾ ആരെയല്ല കൊടുക്കേണ്ടത്? പുരോഹിതൻ്റെ അല്ല കൊടുക്കേണ്ടത്. അപ്പോൾ പുരോഹിതൻ എന്താ ചെയ്യാൻ പോകുന്നത്? പുരോഹിതൻ ഈ ആടിൻ്റെ ഊനമൊന്നും ഇല്ല എങ്കിൽ ഇവൻ ചെയ്ത പാപത്തെ ആടിലേക്ക് ചാർത്തുമ്പോൾ ഇവൻ ആ പാപത്തിൽ നിന്ന് മോചിതനായി. ഇപ്പോൾ ആ പാപം ആരിൽ വന്നു? ഈ ആടിൽ വന്നു. പാപത്തെ ആടിൻ്റെ മേൽ ചുമത്താനായിട്ടുള്ളൊരു അധികാരം മഹാപുരോഹിതനും പുരോഹിതനുമുണ്ട്. സോ അതുകൊണ്ട് ഇപ്പോൾ അതേ കാര്യമാണ് യോഹന്നാൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ ഈ പുരോഹിതന്മാർ, മതവക്താക്കൾ യേശുവിലും ചെയ്യുന്നത്. മിനിസ്ട്രി തുടങ്ങിയപ്പോൾ ജീസസ് തന്നെ അഭിസംബോധന ചെയ്തത്, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്, സ്വർഗത്തിലെ ആ ദൈവം എൻ്റെ പിതാവാണ്. ഇത് പറഞ്ഞപ്പോൾ തന്നെ ജീസസിനെ അവർ ദൈവദൂഷണം പറയുന്നവനാക്കി. അപ്പോൾ ഒരിക്കലും സ്വർഗത്തിലെ ദൈവത്തെ പിതാവെന്ന് ഒരു വ്യക്തിക്ക് അഭിസംബോധന ചെയ്യാൻ പാടില്ല എന്നാണ് അന്നത്തെ യഹൂദ മതത്തിൻ്റെ വ്യവസ്ഥ. ദൈവത്തിൻ്റെ മകനെന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഈക്വൽ എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ആദ്യത്തെ പാപം എന്ന് പറയുന്നത് ഇവൻ ദൈവദൂഷണം പറയുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞ് യേശുവിനെ പാപിയാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എങ്ങനെയാണ് പാപത്തെ വഹിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി അടുത്ത് ജീസസ് ആധികാരികതയോടെ തിരുവെഴുത്തുകളുടെ അർത്ഥങ്ങൾ പറയാൻ തുടങ്ങി. എടോ, കൊലപാതകം ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ഒരുത്തരെ കുത്തിക്കൊല്ലുന്നതോ അടിച്ചു കൊല്ലുന്നതോ അതല്ല. ആക്ഷരികമായിട്ട് അല്ലെങ്കിൽ ശരിക്കും ഫിസിക്കലി നിങ്ങൾ കൊല്ലുന്നതിനെ അല്ല കൊലപാതകമായിട്ട് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്. നീ നിൻ്റെ കൂട്ടുകാരനെ മൂഢ എന്ന് പറഞ്ഞാൽ, നിൻ്റെ സഹോദരനെ നിസ്സാര എന്ന് പറഞ്ഞാൽ നീ ഓൾറെഡി കൊലപാതക കുറ്റക്കാരനായി. അത് വീണ്ടും അടുത്ത് വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന മോശയുടെ ആ കൽപ്പനയെ നിങ്ങൾ കാണുന്നത് ഒരു പരസ്ത്രീയുമായിട്ട് കിടക്ക പങ്കിടുമ്പോഴാണ്, അല്ലെങ്കിൽ ശരീരം പങ്കിടുമ്പോഴാണ് നിങ്ങൾ വ്യഭിചാരമെന്ന് കാണുന്നത്. അതങ്ങനെയല്ല ദൈവം ഉദ്ദേശിച്ചത്. ഒരു സ്ത്രീയെക്കുറിച്ച് നിൻ്റെ മനസ്സിൽ തന്നെ നീ മോശമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നീ വ്യഭിചാരിയായി. സോ ഇങ്ങനെ തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അന്നയോളം വ്യാഖ്യാനിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ജീസസ് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ നീ ആരാടാ ഇത് പറയാൻ? നീ തച്ചൻ്റെ മോനായ നീ ഇത് പറയാൻ? ഞങ്ങളിവിടെ ഉണ്ട് കുപ്പായമൊക്കെ ഇട്ട് പാരമ്പര്യമായിട്ട് മോശ ചാർത്തി തന്ന ലേവി ഗോത്രത്തിനകത്തുള്ള ഞങ്ങളിവിടെ നിൽപ്പുണ്ട്. നീ ആരാ? ഇത് തന്നെയല്ലേ നിങ്ങൾ എന്നെക്കുറിച്ചും പറയുന്നത്? ദൈവത്തിൻ്റെ അപ്പോയിൻമെൻറ്റാണ്, ദൈവത്തിൻ്റെ അനോയിൻറ്റിങ്ങിലാണ് ഞാൻ സംസാരിക്കുന്നത്. അത് മനുഷ്യനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. അടുത്ത് ജീസസ് കുറച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും ചില മിറാക്കിൾസ് ഒക്കെ ചെയ്തു എന്ന് ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തിയപ്പോൾ അപ്പോൾ പുരോഹിതന്മാർ പറയുകയാണ്, ആ ഭൂതത്തിൻ്റെ തലവനെ വെച്ചാൽ ഇവൻ ഇതൊക്കെ ചെയ്യുന്നത്. ഇത് തന്നെയല്ലേ നിങ്ങൾ എന്നെക്കുറിച്ചും പറയുന്നത്? നീ സാത്താനാണ്, നീ പിശാചാണ്, നീ അകതാണ്, ചെകുത്താനാണ്. അന്ന് അവർ ചെയ്ത മതവക്താക്കൾ ചെയ്ത അതേ കാര്യമാണ് ക്രിസ്തീയ മതവക്താക്കൾ ഇന്നും ചെയ്യുന്നതെന്ന് ഓർക്കുക.